സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. SP4Techൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ്. 2025 നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഇത് തന്നെ ആയിരിക്കണം എന്ന് വെച്ചിട്ടാണ് ഇന്ന് ജാനുവരി 1 ഇന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് രാത്രി ആയാലും ഒരു വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയം 9:12 വീഡിയോ ഇന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും. മാക്സിമം ഒരു 10 മണിക്ക് മുന്നായിട്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെലിഗ്രാം ചാനൽ കഴിഞ്ഞ IPL കഴിഞ്ഞതിന് ശേഷം ഫുൾ ഇനാക്റ്റീവാണ്. സോ ഐ നോ, ബട്ട് മെയിൻ റീസൺ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അത് എനിക്ക് കുറച്ച് എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ്, ദെൻ അങ്ങനെ കുറച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പെട്ടുപോയി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, കാരണം അത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെ കഴിഞ്ഞ മെയ്യിലായിരുന്നു നമ്മളെ IPL തീർന്നത്. സോ ആ ഒരു സമയത്ത് എനിക്ക് കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. സോ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. ശരിക്കും നല്ലോണം അതിനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇന്ന പോലെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ വീഡിയോന് വേണ്ടി വീഡിയോനല്ല, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ അടിക്കും. ഒരു ദിവസം 2 ദിവസം വീഡിയോ ഇടില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാനൊക്കെ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ IPL ആകെ ഒരു മാച്ചിൻ്റെ മാത്രമേ നമ്മൾ വീഡിയോ ഇടാത്തുള്ളൂ. ബാക്കി എല്ലാ മത്സരവും I think 72 73 മത്സരമാണ്. അതിൻ്റെ എൻ്റയർ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു IPL തീർച്ചയായിട്ടും നമ്മളത് കവറപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ സാഹചര്യങ്ങൾ പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ പെട്ടുപോയതാണ്. ആ ഒരു എക്സാമിന് കിട്ടിയോയെന്ന് ചോദിച്ചാൽ നല്ല റാങ്കോടെ തന്നെ എനിക്ക് ഏകദേശം 54ാമത്തെ റാങ്കോടുകൂടെ തന്നെ കുസാറ്റിൽ കിട്ടിയായിരുന്നു. ബട്ട് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം എനിക്കൊരു ഒരേ ഒരു സപ്ലി ഉള്ളതുകൊണ്ട് മാത്രം പോകാൻ പറ്റിയില്ല. അതിൻ്റെ എക്സാം ഇത് എൻട്രൻസ് കിട്ടിയത് I think ജൂൺ ലാസ്റ്റാണ്. സോ ജൂലൈ ഫസ്റ്റ് വീക്ക് എനിക്ക് റീസപ്ലി എക്സാം ഉണ്ടായിരുന്നു. ദെൻ ഒരു മാസം എങ്ങാണ്ടോ, 1-2 മാസം കഴിഞ്ഞപ്പോൾ എങ്ങാണ്ടോ റിസൾട്ട് വന്നായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കുസാറ്റിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അവിടെ ഒന്നുകൂടെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് നിങ്ങൾക്ക് 1 മാസം കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. സോ അപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച് കിട്ടിയിട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് കുറച്ച് സീനായിരുന്നു. പിന്നെ അതിന് ശേഷം എന്തായാലും ഞാൻ വേറൊരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ഫുഡി ഫയൽസ് എന്നാണ് പേര്. കഴിഞ്ഞ 1 year ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. 2023 മെയ്യിലാണ് ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു നവംബർ ഡിസംബർ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. I think I have 76,000 followers on Instagram and also Facebook 27,000, then YouTube 2-3K സംതിങ് ലൈക്ക് ദാറ്റ്. അത്രയേ ഉള്ളൂ. മാക്സിമം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് കൊളാബറേഷൻസിലൂടെയാണ് കൂടുതലും റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലുലു മാള്, കോസ്മോസ്, ദെൻ അതുപോലെ തന്നെ റിലയൻസ്, ബിസ്മി, സ്മാർട്ട് ബസാർ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻസ് വഴിയാണ് എനിക്ക് മോസ്റ്റ്ലി പേയ്മെൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊരു നല്ലൊരു ഇൻകം തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് തന്നെയാണ്. നമ്മളെ വീട്ടിലിരുന്ന് ഡ്രീം11 കളിക്കുന്ന പോലെയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയും കുറച്ച് തിരക്കായിപ്പോയി. ദെൻ അതുപോലെ തന്നെ അതിന് ശേഷം സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ MBAന് എന്തായാലും റിസൾട്ട് വന്നു. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PGക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ MBA ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. MBA ജോയിൻ ചെയ്തു. പാലക്കാട് ഒരു കോളേജിൽ, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു കോളേജിൽ MBA ജോയിൻ ചെയ്തു. സോ നോ ഐ ആം MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടഫാണ്. ടഫ് മീൻസ് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസോ ടൈമോ ഒന്നും കിട്ടുന്നില്ല. സത്യം ഓപ്പണായിട്ട് പറയുകയാണ്. മെയിൻലി എനിക്ക് എൻ്റെ വേറെ ഒരു ചാനലുണ്ട്, അതിൻ്റെ പേര് ഫുഡി ഫയൽസ് ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ചാനൽ തന്നെയാണ്. സോ അതിൻ്റെ വീഡിയോ എടുക്കണം, പിന്നെ ഇവിടെ എനിക്ക് നോക്കണം. സോ അങ്ങനെ കുറച്ച് ഭയങ്കര ബിസിയായിപ്പോയി. ബിസി മീൻസ് നമ്മൾ ഡ്രീം11 അല്ലെങ്കിൽ ടീം പ്രഡിക്ഷൻ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ വീക്ക്ലി വന്ന് ഇട്ടിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. സോ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ഒരു BBL ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഒരു BPL ആണെങ്കിൽ ശരി, ഏത് ലീഗ്സ് ആണെങ്കിലും സോ അത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്താലേ മാക്സിമം ഒരു 2-3 ലീഗ്സ് നമുക്ക് മാച്ചസ് ഒഴിവാക്കാം. അതിനപ്പുറം അതിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ അത് കളിക്കുന്നതിൽ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. സോ അതുകൊണ്ടാണ് അത് എനിക്ക് പറ്റുന്നു തോന്നുന്ന സംഭവം മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ടീം ഇടാറുള്ളൂ. ദെൻ അതുപോലെ തന്നെ ചില സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയ, പിന്നെ ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള മത്സരം T20s ഒക്കെ വരുന്ന സമയത്ത് 2-3 മത്സരങ്ങളാണ്. സോ അതൊക്കെ നമുക്ക് ഇടാം. ബട്ട് എന്നാലും അത് വരുന്നത് കൂടെ സത്യം പറഞ്ഞാൽ ഓപ്പണായിട്ട് ഞാൻ അറിയുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാച്ചസിൻ്റെയും വീഡിയോസ്, ഐ മീൻ എല്ലാ മാച്ചസും ലൈവായിട്ടിരുന്ന് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഓപ്പൺലി പറയുകയാണ്, പറ്റുന്നില്ല. ബട്ട് ഈ ഒരു IPL സീസണിലെ മാച്ചിൽ നമ്മുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ഗെയിൻസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മത്സരങ്ങളും അതുപോലെ തന്നെ നമുക്ക് GL ഗ്രാൻഡ് ലീഗ്സ് പോലത്തെ മത്സരങ്ങൾ ക്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഈ ഒരു ഇയർ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അത് ഞാൻ അഷുറൻസ് ചെയ്ത് തരാം. ദെൻ എൻ്റെ തിരക്കുകൾ മൂലം 1-2 വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എന്നാൽ കൂടെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും ചെയ്തിട്ടും. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രീം 11 പ്രഡിക്ഷൻ, IPLൻ്റെ എല്ലാ മാച്ചസിൻ്റെയും ഡ്രീം 11 പ്രഡിക്ഷൻ ഞാൻ മാത്രം നിങ്ങൾക്ക് തരുന്നത്. അതെൻ്റെ കുറച്ച് ഓഡിയൻസിനെ അറിയാം. ബാക്കി എല്ലാവരും കുറച്ച് കാലം ചെയ്യും, ദെൻ സ്കിപ്പ് ഔട്ട് ചെയ്യും, കുറച്ച് കാലം ചെയ്യും, സ്കിപ്പ് ഔട്ട് ചെയ്യും, ചില മത്സരം ചെയ്യും, ചില മത്സരം ചെയ്യാണ്ടിരിക്കും. ബട്ട് മാക്സിമം ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സ്ട്രെങ്ത് അത് തന്നെയാണ്. ഞാൻ മാക്സിമം എനിക്കത് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതുപോലെ തന്നെ എനിക്ക് ഇത്രയും അത് ഉറപ്പോടെ പറയണമെങ്കിൽ ഞാൻ അത്രയും വീഡിയോസ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ 1000+ വീഡിയോസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി അബൌട്ട് ഡ്രീം 11 ആണ്. ദെൻ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു തിരക്കുകൾ കൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ടീം പ്രഡിക്ഷൻ തരാൻ പറ്റാതെയും അങ്ങനെ കുറച്ച് പറ്റാതായി പോയത്. സോ ജാനുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ലീഗ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അഷ്വർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എന്നാലും മാക്സിമം ഞാനിനി 1-2 മാച്ച് നമുക്ക് ഇട്ടിട്ട് പോവാം. കാരണം ഞാൻ തന്നെയാണ് അപ്പോളേ പറഞ്ഞത് അങ്ങനെ ഇടുന്നതിലും ഭേദം ഇടാതെ ഇരിക്കുന്നതാണ്. ബട്ട് എന്നാൽ കൂടെ നിങ്ങൾക്കൊരു റെഫറൻസ് എന്നുള്ളൊരു രീതിക്ക് ഞാനൊരു ടീം ഇനി തൊട്ട് മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം. കാരണം എനിക്കറിയാം ഭയങ്കര ഇനാക്റ്റീവായി നമ്മുടെ ചാനലും, നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ശരി, നമ്മുടെ ടെലിഗ്രാം ചാനലാണെങ്കിലും ശരി, ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ടുണ്ട്. സോ അത് എനിക്കൊന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു IPL സീസണിൽ തീർച്ചയായിട്ടും ഒരു പീക്ക് ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. ബട്ട് എന്നാൽ കൂടെ ഇപ്പോൾ ഉള്ള ഒരു മാച്ചസ് BPL, ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ്, ദെൻ അതുപോലെ തന്നെ BBL നമ്മുടെ ഓസ്ട്രേലിയൻ പ്രീമിയർ ലീഗാണ്. ദെൻ അതുപോലെ തന്നെ സ്മാഷ് T20 നടക്കുന്നുണ്ട് വുമൺസിൻ്റെ. ഏറ്റവും കൂടുതൽ നമ്മുടെ SP4 Tech മെമ്പേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് വുമൺസ് മാച്ചാണ്. അതിലൊന്നാണ് ഈ ഒരു സ്മാഷ് T20. കംപ്ലീറ്റ് പ്ലെയേഴ്സിനെ നമുക്കറിയാം. ബട്ട് രാവിലെ 5 മണിക്കൊക്കെയാണ് മത്സരം. ഇത് പണ്ടത്തെ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഓപ്പൺലി പറയുകയാണ്. കാരണം അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രെസ്സോ ഇത്രയും വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല, ഭയങ്കര പ്രഷറാണ്, വർക്ക്സാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളും പ്രോബ്ലംസൊക്കെ വരുന്നത്. ബട്ട് ഐ വിൽ റിക്കവർ. ഒരു IPL സീസണിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നൊരു എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ അടുത്ത് അത് കാണിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ള കാര്യത്തിൽ അഷുറൻസ് ചെയ്ത് തരാം. ദെൻ ദാറ്റ്സ് ഇറ്റ്. അത്രേ പറയാനുള്ളൂ. നമ്മൾ 2020 ഈ ഫോണിലാണ് ഡ്രീം 11 സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നല്ല രീതിക്കാണ് വർക്കാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മുടെ SP4 Tech ആണ് കണ്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് വർക്കാവുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ ഒരു SP4 Tech എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് 16 Pro Max ആണ്. ദെൻ ഇവിടെ ഇരിക്കുന്നത് 2 lakhൻ്റെ PC ആണ്. സോ ഇതിനെല്ലാം കാരണം ഈ ഒരു ഫോണാണ്, നിങ്ങളും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 നമ്മൾ ഈ ഒരു ഫോൺ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബറിലാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. 2021 നമുക്കൊരു പ്രോഫിറ്റും ഉണ്ടായിട്ടില്ല. 2020 ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല. 2022 IPL സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടാണ്
ഞാൻ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങിയത്. യൂട്യൂബിൽ നിന്നൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് എനിക്കിതുവരെ ആകെ ഓപ്പൺലി 21,000 ദാറ്റ്സ് ഇറ്റ്. അതിന് മുകളിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. മാക്സിമം നമുക്ക് ഈ കുബേര ഫാൻറ്റസി തന്നെ പോലെ തന്നെ വിഷൻ 11 അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള പ്രമോഷൻ എമൗണ്ട് മാത്രമാണ് മാക്സിമം നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ ഞാനിയായി ഫോൺ വാങ്ങിയതിൽ മറ്റേ കമ്പ്യൂട്ടർ മേടിച്ചാൽ ഈ പൈസയിൽ നിന്നല്ല കേട്ടോ, ഏകദേശം നമ്മുടെ സേവിങ്സും ഡ്രീം ലോൺ കളിച്ചിട്ടും ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുഡി ഫയൽസും നമ്മുടെ ചാനലിനൊക്കെ കൂടെയാണ്. ഇനിയിപ്പോൾ ഇത് കളിച്ചിട്ടായല്ലേ, ഇത് മൊത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ 1, 2, 3, 4 വർഷമായി, 4 വർഷത്തെ അധ്വാനമാണ് ഈ SP4 ടെക്. 10,000 ഫോളോവേഴ്സ് ആവാൻ 10-15 പേര് മതി, അതാവും. എനിക്കിങ്ങനെ ലിങ്ക് അയച്ചു കൊടുത്ത് ഫോളോ ചെയ്യടാന്ന് പറഞ്ഞാൽ ആവും, ബട്ട് അങ്ങനെ ആയിട്ട് എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഓഡിയൻസ് ആണോ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് തന്നെ അവർ കാണത്തുമില്ല. സോ അത് നമുക്ക് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മളെ വീഡിയോ കാണുന്നവരായിരിക്കണമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അത് യൂട്യൂബിൻ്റെ ഓൾഗരത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, എല്ലാത്തിനും ലിങ്ക് ഉണ്ട്. സോ ഗൈസ്, ബൈ.